ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, അനുഗ്രഹീതമായ രാപ്പകലുകൾ, അതിൻ്റെ പ്രതിഫലാർഹമായ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് വിശുദ്ധ റമളാനിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സൃഷ്ടാവ് കനിഞ്ഞു നൽകിയ അതിമഹത്തായ ഒരവസരമാണ് ഈ ഒരു നിമിഷങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമാകണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സുഹൃതങ്ങൾ ചെയ്യുമ്പോഴാണ്, അത് പ്രകാരം സൃഷ്ടാവ് ഇഷ്ടപ്പെടാത്ത നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ വിട്ടുനിൽക്കുമ്പോഴാണ് പരിശുദ്ധ പ്രവാചകർ നമുക്ക് നൽകിയ, നമ്മെ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ മാസം ഫലപ്രദമായി വിനിയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഈ മാസത്തിൽ നമുക്ക് ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാം. അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നോമ്പ് തന്നെ അള്ളാഹു നൽകിയത് നമുക്കൊക്കെ തഖ്വ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എല്ലാ വർഷങ്ങളിലും നമ്മൾ ഈ ആയത്ത് പറയാറുണ്ട്, നമ്മളത് കേൾക്കാറുമുണ്ട്. വിശ്വാസികളെ, നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങളെ മുൻഗാമികൾക്കും അപ്രകാരം നിർബന്ധമാക്കിയതുപോലെ തന്നെയാണ്. ഇതുകൊണ്ട് ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാവുക എന്നതാണ്. അപ്പോൾ ഹൃദയഭക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വിശുദ്ധ വ്രതാനുഷ്ഠാനം കൊണ്ട് സർവശക്തനായ അള്ളാഹു ഉദ്ദേശിച്ചത്. തഖ്വ വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? സദാസമയം സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർക്കുകയും വിലക്കപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രതിഫലാർഹമായ ചിന്തകളിലൂടെ അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അതിലൂടെയാണ് നമുക്ക് തഖ്വ കൈവരിക്കാൻ കഴിയുക. റമദാനിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ, ഏറ്റവും വലിയ ഇബാദത്ത് അത് നോമ്പ് തന്നെയാണ്. നോമ്പ് നോൽക്കുക എന്നത് ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. വ്യത്യസ്ത ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് സമുദായങ്ങൾക്കിടയിലൊക്കെ നോമ്പുണ്ട്, അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനമുണ്ട്. അതൊക്കെ വ്യത്യസ്ത രീതികളിലാണ്. എന്നാൽ ഏറ്റവും നിർവഹിക്കാൻ പ്രയാസകരമായി പുറത്ത് തോന്നുന്ന ഒരു നോമ്പ് ഈ റമളാൻ ഷരീഫിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പുകളാണ് എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ നോമ്പ് തന്നെ
യഥാർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ അധിക ഭാഗങ്ങളിലും അന്നപാനീയങ്ങളോടും വികാര വിചാരങ്ങളോടും പൂർണ്ണമായി വിട പറഞ്ഞുകൊണ്ട് മനസ്സിനെ സംസ്കരിക്കുക എന്ന, ഹൃദയത്തെ പാകപ്പെടുത്തുക എന്ന, അതിലൂടെ ശരീരത്തിന് ഒരു പ്രത്യേകമായ പരിശീലനം നൽകുക എന്നൊരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ലക്ഷ്യം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ കേവലം ഒരു പട്ടിണി കൊണ്ട് മാത്രം കഴിയില്ല. പ്രവാചക വചനങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, എന്തിന് നിങ്ങൾ കുറേ പട്ടിണി കിടക്കണം, അള്ളാഹുവിന് നിങ്ങളുടെ പട്ടിണിയോ ദാഹമോ ഒന്നും ആവശ്യമില്ല. സൃഷ്ടാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുറേ വിശന്നിരിക്കുകയോ കലശമായ ദാഹം കൊണ്ട് പ്രയാസപ്പെടുകയോ ചെയ്യുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുക എന്നതല്ല. അതിനേക്കാളൊക്കെ അപ്പുറം അള്ളാഹു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അതെന്താണ്? മനസ്സിനെ എല്ലാ അർത്ഥത്തിലും സംശുദ്ധീകരിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണമായ പ്രവർത്തനങ്ങൾ നോമ്പിലൂടെ സാധ്യമാക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കണം, എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കണം. ഒന്ന്, യഥാർത്ഥത്തിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന ബോധ്യം എപ്പോഴുണ്ടാവുക എന്ന് തന്നെയാണ്. ഭക്ഷണം കാണുമ്പോൾ നമ്മൾ നോമ്പുകാരാണ് എന്ന് നമ്മൾ ഓർക്കും. നല്ല സ്വാദിഷ്ടമായ പാനീയങ്ങൾ നമ്മളെ വെളിപ്പാടകലെ കയ്യെത്താ ദൂരത്തുണ്ടാകുമ്പോഴും അതിലേക്കൊന്നും മനസ്സിനൊരാകർഷണം നൽകാതെ കൃത്യമായി പിടിച്ചു നിൽക്കാനും ഞാനൊരു നോമ്പുകാരൻ എന്ന ബോധ്യത്തോടെ പിന്മാറാനും നമുക്ക് കഴിയും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇന്ന് നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത പുലർത്താൻ കഴിയാറുണ്ട്. എന്നാൽ ആത്മീയമായ ഒരു നോമ്പ് നമ്മിൽ എത്ര ആളുകൾക്കാണ് സാധ്യമാകുന്നത് എന്ന കൃത്യമായ ഒരു ആത്മപരിശോധന അനിവാര്യമാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? ആത്മാവിന് നോമ്പ് എന്ന് പറയുന്നത് ഒരുപാട് വിലക്കപ്പെട്ട സ്വഭാവ രീതികളുണ്ട്. നോമ്പല്ലാത്ത കാലത്ത് പോലും ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകാൻ ഒരുപാട് നിയമങ്ങൾക്ക് വിധേയമായ ഒരു ജീവിതം അനിവാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ സൂക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ അത് എണ്ണി പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഗീബത്ത് അതിലൊരു ഭാഗമാണ്, നമീമത്ത് മറ്റൊരു ഭാഗമാണ്, വഞ്ചന അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ശകാരിക്കുക, അശ്ലീലം പറയുക, കളവ് പറയുക, മറ്റൊരുത്തനോട് അസൂയ ഉണ്ടാവുക, അഹങ്കാരമുണ്ടാവുക, താനെന്ന ആ മേധാവിത്വം, ഞാൻ എന്ന മനോഭാവം, ഇങ്ങനെയൊക്കെ ഒരുപാട് ദുഷിച്ച ചിന്തകൾ, സ്വഭാവങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാലോ. ഇപ്പോൾ ഗീബത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സഹോദരനെക്കുറിച്ച്, സഹോദരിയെക്കുറിച്ച് ഇഷ്ടമില്ലാത്തത് പറയൽ ഗീബത്താണ്. ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും. ഉദാഹരണം പറയട്ടെ. നോമ്പ് നോറ്റ് ഏകദേശം സുബഹി കഴിഞ്ഞ് അല്പം എണീറ്റ് നോക്കുമ്പോൾ നേരം പോകാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ അയൽവക്കത്തുള്ള സഹോദരിയെ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരുന്നു. സ്വാഭാവികമായിട്ട് രണ്ടുപേരിയ്ക്കുന്നു. നമ്മുടെ ചർച്ചകൾ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കും. ഒരു ആവശ്യം നമുക്കില്ലാതെ, ഈ പറയുന്നത് കൊണ്ട് ഒരു നേട്ടം പോലും നമുക്കില്ലെങ്കിലും, നമ്മൾ അയലത്തുള്ള നമ്മൾ രണ്ടുപേരുമല്ലാത്ത മൂന്നാമതൊരാളെക്കുറിച്ച്, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച്, അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ച്, അവരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെ അറ്റമില്ലാത്ത ആശയങ്ങൾ അവരെക്കുറിച്ച് നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മളാണെങ്കിൽ നോമ്പുകാരും. ഇങ്ങനൊരു നോമ്പിൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ
നമ്മൾ നോമ്പുകാരാണെങ്കിലും അള്ളാഹുവിനടുക്കൽ നോമ്പുകാരാണെങ്കിലും സമൂഹം അങ്ങനെ നമ്മളെ വിലയിരുത്തുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ കൂലി ലഭ്യമാകുമോ എന്നത് തികച്ചും ആശങ്കയോട് കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിരാശരാകാതിരിക്കാൻ ഇത്തരം ഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ ഗീബത്തിൻ്റെയൊക്കെ ശിക്ഷകൾ വളരെ ഗൗരവതരമാണ്. അത് മറ്റു പാപങ്ങളെക്കാളൊക്കെ എത്രയോ ഭയാനകവുമാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ മറ്റു പാപങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് എന്നല്ല. ഒരു വേള സിന, വ്യഭിചാരം പോലും നമ്മൾ ആലോചിച്ചാൽ ഗീബത്തിനേക്കാൾ അപ്പുറം എത്തുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുറ്റകൃത്യങ്ങളിൽ വ്യഭിചാരം, സിന വളരെ പാതകമായ ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങളതിലേക്ക് അടുക്കരുതേ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ പോലും ഗീബത്തുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ സിന, വ്യഭിചരിച്ച ആളുകൾക്ക് മാപ്പ് ചോദിക്കാൻ അവസരമുണ്ട്, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ. ആ തൗബ അള്ളാഹു സ്വീകരിക്കാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഗീബത്ത് പറഞ്ഞവനെ സംബന്ധിച്ചോ? അപ്പം നമുക്കൊരു ധാരണ, ഇനി പറയുന്ന കാര്യങ്ങൾ ഉള്ളതാണെങ്കിലോ, അവനെക്കുറിച്ച് പറയുന്നു ശരിയാണ്, പക്ഷെ ഉള്ള കാര്യമാണ്. അവൻ ചെയ്യുന്ന ചില വികൃതമായ പ്രവർത്തനങ്ങളാണ്, അവൻ്റെ മനസ്സുകളുടെ ക്രൂരത നിമിത്തമായി സംഭവിച്ച ചില വസ്തുതകളാണൊക്കെ ശരിയാണ്, ഉള്ളതാണെങ്കിലോ? പുണ്യ റസൂലോടും ഇങ്ങനെ ചോദിച്ചു, നബിയെ ഗീബത്ത് ഉള്ള കാര്യം പറയലാണെങ്കിലോ? അവിടെ നിന്ന് പറഞ്ഞത് ഉള്ളതാണെങ്കിൽ നീ ഗീബത്ത് പറഞ്ഞു, അപ്പോൾ ഗീബത്തിൻ്റെ ശിക്ഷ എന്താണെങ്കിലും നിർബന്ധമാണ്. ഇല്ലാത്തതാണെങ്കിലോ നീ ഉണ്ടാക്കി പറയുകയും ചെയ്തു, അപ്പോൾ രണ്ട് ശിക്ഷയാണ്. ഒരാൾ അഭാവത്തിൽ, ആളില്ലാത്ത, അയാൾ അറിയാത്ത, അയാൾ സംഭവിക്കാത്ത കാര്യങ്ങൾ അയാളുടെ പേരിൽ കളവ് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ രണ്ട് കാര്യം, അത് ഗീബത്ത് പറഞ്ഞ ശിക്ഷയും മറ്റൊന്നില്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞ ശിക്ഷയും. ഉള്ള കാര്യം അറിയലാണെങ്കിലോ അത് ഗീബത്തിൻ്റെ ശിക്ഷ നിർബന്ധമായും ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് ഗീബത്ത് എന്ന് പറയുന്ന ഗൗരവതരമായ ഈ ഒരു പാപം ഓരോ നോമ്പുകാരനും കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ലോകത്ത് നമ്മൾ പട്ടിണി കിടക്കും, ഒരുപാട് ആരാധനാകർമ്മങ്ങളൊക്കെ നിർവഹിക്കും, പക്ഷെ നാളെ ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലവുമില്ലാതെ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പാഴ്വേലയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഗീബത്ത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ. ഖുർആൻ പറഞ്ഞത് എന്താണ് ഗീബത്തിനെ കുറിച്ച്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. ഖുർആൻ അങ്ങനെ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുമോ? ആരെങ്കിലും ഒരാൾ നിങ്ങളിൽ ഇഷ്ടം തോന്നുമോ? എന്ത്? അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. എന്താ ഖുർആൻ്റെ വാക്യം? തൻ്റെ സഹോദരൻ്റെ നിർജീവമായി കിടക്കുന്ന ഭൗതിക ശരീരം ഭക്ഷിക്കൽ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ആ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പച്ചമാംസം, ഒരു ബോഡി കുത്തിപ്പൊളിച്ച് അതിൽ നിന്ന് മാംസം തിന്നൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ഒരാളെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഇത് ഗീബത്ത് പറഞ്ഞ ആളുകൾക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഗീബത്ത് പറയരുത് എന്നാണ് പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഗീബത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് പറയരുത്. പിന്നെ ഒരു കാര്യമാണ് നമീമത്ത് എന്നുള്ളത്. നമീമത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റവാക്കിൽ പറയും, രണ്ട് പുറം കുട്ടുക എന്നാണ്. അമ്മായിമാൻ്റെ അടുക്കൽ വന്നിട്ട് മരുമകളെക്കുറിച്ച് ചോദിക്കും. അമ്മായിമ്മ എന്തെങ്കിലും പറയാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. പക്ഷെ പറഞ്ഞു, നമ്മുടെ വിഷയത്തിലേക്ക് വരെ അവർ പറഞ്ഞു. എന്നാൽ ആ കേട്ട ഉടനെ ആ ആശയം, ആ വാക്യം നേരെ ഏറ്റെടുത്ത് നേരെ അപ്പുറത്തുള്ള മരുമോളെ, രണ്ട് ഉദാഹരണം, ഒരു അമ്മായിമ്മ ഒരു മരുമോളും അല്ല, രണ്ട് പ്രതീകങ്ങളാണ്. അവരോട് ചെന്ന് പറയും,
എന്ത് കാര്യം? ഇവിടെ ഉമ്മ എന്താണോ അവളെക്കുറിച്ച് പറഞ്ഞത്, വല്ല മോശങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നേരെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് രക്തം ഉറ്റി വീണപ്പോൾ ആർത്തിയോടെ അത് കുടിക്കാൻ വന്ന കുറുക്കൻ്റെ റോളിൽ ചില പ്രവർത്തനങ്ങൾ, അതാണ് നമീമത്ത്. ഈ നമീമത്തും ഒരു കാരണവശാലും നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം പാടില്ല. നോമ്പല്ലാത്ത സമയത്തും പാടില്ല. ഇത് നോമ്പിന് പാടില്ല എന്ന് പറയുമ്പോൾ നോമ്പിന് മാത്രമേ പാടില്ല, അങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ ഗീബത്ത് അല്ലാഹുവിൻ്റെ റസൂൽ വിലക്കിയിട്ടുണ്ട്. അത് പ്രകാരം നമീമത്ത് പാടില്ല. ഇനി അറിയാലോ, കളവ്, അതുപോലെ തന്നെ വഞ്ചന, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, ഈ ഒരു കാര്യങ്ങളും ഇല്ലാതെ സൂക്ഷ്മതയോടെ നോമ്പ് പുലർത്താൻ കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം ഈ വിശുദ്ധമായ മാസത്തിൻ്റെ രാപ്പകലുകളിലൂടെ സ്വായത്തമാക്കാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഖിറു ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.